നമസ്കാരം. ഈ റിപ്പോർട്ടർ ടി വി വൺ ഓഫ് ദ എഡിറ്റേഴ്സും മാധ്യമ പ്രവർത്തകനുമായ ശ്രീ അരുൺകുമാർ അദ്ദേഹം ഉമ്മൻചാണ്ടിയെയും വി എസിനെയും താരതമ്യം ചെയ്തുകൊണ്ട് നടത്തിയ ചില പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ ചില പ്രസ്താവനകൾ ഇപ്പോൾ വിവാദമാവുകയാണ്. അദ്ദേഹത്തിനെതിരെ അതിരൂക്ഷമായ ജനവികാരമാണ് ഉണരുന്നത്. ഉമ്മൻചാണ്ടിയുടെ പുത്രൻ അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അതിശക്തമായ വിമർശനമാണ് അരുൺകുമാർ എന്ന മാധ്യമ പ്രവർത്തകനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അരുൺ ഇങ്ങനെയാണ് പറഞ്ഞത്: അവിടെ ഒരു പുണ്യാളനായി അദ്ദേഹം ഉയർക്കുകയില്ല. വി എസിനെ കുറിച്ച് പറഞ്ഞതാണ്. മെഴുകുതിരി കത്തിച്ച് ആരെങ്കിലും അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഭക്തജന പ്രവാഹമെന്ന സമുദായ പത്രങ്ങൾ വെണ്ടയ്ക്ക നിരത്തുകയോ ഉണ്ടാവില്ല. പകരം തെരുവുകളിൽ ആ മനുഷ്യൻ ഉയർത്തിയ സമര മുദ്രാവാക്യങ്ങൾ വീണ്ടും ഉയരും. മണ്ണും വിണ്ണും വിഷം തീണ്ടുന്ന നേരം പോർമുഖങ്ങളിൽ പടർന്ന ആ സമരവീര്യം ജനതയിൽ വീണ്ടും ആവേശിക്കും. പുതിയ ആകാശവും പുതിയ ഭൂമിയും പിറക്കുന്ന മഹാത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യും. മനുഷ്യമോചനത്തിന്റെ മഹത്വം അറിഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആശിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന മഹാത്ഭുതങ്ങൾക്കായി കാത്തിരിക്കൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു പുണ്യാളനായി സ്വയം അടയാളപ്പെടുത്തിയല്ല വി എസ് വിടവാങ്ങുന്നത്. വി എസ് നമ്മുടെയൊക്കെ ഇടനെഞ്ചിലേക്ക് ഒരു തീ കോരിയിട്ട് ഞാൻ കൊളുത്തിയ തീ കെടാതെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാണ് യാത്രയാകുന്നത് എന്നാണ്. അതായത് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലൊക്കെ ആൾക്കാർ പോകുന്നതും അവിടെ പോയി മെഴുകുതിരി കത്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതിനെയും ഒക്കെ പരിഹസിച്ചുകൊണ്ട് സ്വയം ഒരു പുണ്യാളനായി ഉമ്മൻചാണ്ടി മാറി എന്ന സ്വരത്തിലാണ്. ഒരിക്കലും ഉമ്മൻചാണ്ടി സ്വയം ഒരു പുണ്യാളനായി മാറിയിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം അത്രയും ജനകീയനായിരുന്നതുകൊണ്ട് ജനങ്ങൾ അദ്ദേഹത്തെ ഒരു പുണ്യാളനാക്കി മാറ്റിയെങ്കിൽ അതിന് മരിച്ചുപോയ അദ്ദേഹം എന്ത് പിഴച്ചു, അദ്ദേഹത്തിന്റെ കുടുംബം എന്ത് പിഴച്ചു. അതുപോലെ തന്നെ സമുദായ പത്രങ്ങൾ അദ്ദേഹത്തെ പുണ്യാളനാക്കി അച്ചു നിരത്തി എന്നൊക്കെയാണ് പറയുന്നത്. ചാണ്ടി ഉമ്മൻ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്തിട്ടുണ്ട്. 2 വർഷങ്ങൾക്ക് മുൻപ് വിനായകൻ തന്റെ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വ്യക്തമാക്കിയപ്പോൾ അത് അയാളുടെ സ്വാതന്ത്ര്യം ആണെന്നായിരുന്നു എന്റെ നിലപാട്. ഉമ്മൻചാണ്ടി ചത്തു എന്ന് പറഞ്ഞിട്ട് ഈ ചാകുക എന്നുള്ള പ്രയോഗം ഇന്ന് തന്റെ വാക്കുകളിലൂടെ ശ്രീ അരുൺകുമാർ എന്റെ പിതാവിനെ അപമാനിച്ചു എന്ന് ചിലരെങ്കിലും കരുതുന്നു. തന്റെ നിലപാട് വ്യക്തമാക്കുവാനുള്ള സ്വാതന്ത്ര്യം ശ്രീ അരുൺകുമാറിനുണ്ട് എന്നതാണ് ഇന്നും എന്റെ നിലപാട്. ജനമനസ്സുകളിൽ ജീവിക്കുന്ന എന്റെ പിതാവിന്റെ ഓർമ്മകൾക്ക് ഭംഗം വരുത്തുവാൻ ഇത്തരം വാക്കുകൾക്കാവില്ല എന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ എന്ന് ചാണ്ടി ഉമ്മൻ പറയുന്നുണ്ട്. പോസ്റ്റിന് താഴെ കോൺഗ്രസ് അനുകൂല നേതാക്കളുടെ കമന്റുകൾ ധാരാളമായി വരുന്നുണ്ട്. ഓർത്തഡോക്സ് യാക്കോബായ കത്തോലിക്ക സഭാവിശ്വാസികൾ കല്ലറയിൽ പ്രാർത്ഥിക്കുന്നതിനെ കരിവാരിത്തേക്കുന്ന പ്രസ്താവനയാണ് അരുൺകുമാർ നടത്തിയത് എന്നൊക്കെ തന്നെ അഭിപ്രായം വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പോസ്റ്റുകൾ ഒക്കെ തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ സുറിയാനി സഭ ഇതിന്റെ ഒരു വിശദീകരണം പോലെ ഒരു പോസ്റ്റ് അവരും ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ എന്നുള്ള അവരുടെ ഒഫീഷ്യൽ പേജിലാണ് ഇതുമായി ബന്ധപ്പെട്ട സുദീർഘമായ ഒരു കുറിപ്പാണ്. സ്വതാല്പര്യങ്ങൾക്ക് വേണ്ടി എന്തും വിളിച്ചു പറഞ്ഞ് മലങ്കര സഭയെയും സഭാ പാരമ്പര്യത്തെയും വിശ്വാസത്തെയും അവഹേളിക്കുവാൻ ശ്രമിച്ചാൽ പ്രതികരണങ്ങൾ ഉണ്ടാകും എന്ന് അരുൺകുമാറിന്റെ ഒരു ചിത്രം സഹിതം കൊടുത്തുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പാരമ്പര്യത്തെയും മലങ്കര സഭയുടെ വിശ്വാസത്തെയും മലങ്കര സഭയുടെ പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി ഇടവകാംഗവും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയെയും അവഹേളിച്ചുകൊണ്ട് റിപ്പോർട്ടർ എന്ന ചാനലിന്റെ അവതാരകൻ ഡോക്ടർ അരുൺകുമാർ നടത്തിയ പരാമർശം തികച്ചും നിർഭാഗ്യകരമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് തുടങ്ങുന്നത് തന്നെ. ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ കരഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്ത ഈ മാധ്യമ പ്രവർത്തകൻ ഇന്ന് മറുകണ്ഠം ചാടി സംസ്കാരത്തെയും മുതലായവരുടെ കല്ലറയിൽ വന്ന് പ്രാർത്ഥിക്കുന്നതിനെയും അവഹേളിക്കുന്നത് പ്രത്യക്ഷ താല്പര്യങ്ങളോ ചിലരുടെങ്കിലും വിധേയത്വം കാണിക്കാനോ ചാനലിന്റെ റേറ്റിംഗിന്റെ പ്രശ്നവും ആവാം എന്ന്. അതെന്തുമാകട്ടെ, 8 നാടും കീർത്തികെട്ട പുതുപ്പള്ളി പള്ളി മലങ്കര സഭയുടെ പ്രശസ്ത ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമാണ്. 9 സഹോദരന്മാരുടെ മധ്യസ്ഥതയിലുള്ള ദേവാലയം. അതിനെക്കുറിച്ചൊക്കെ തന്നെ പറയുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. സ്വതാല്പര്യങ്ങൾക്ക് വേണ്ടി വായിൽ തോന്നിയതെന്തും വിളിച്ചു പറഞ്ഞ് സഭയെ അവഹേളിക്കാൻ നോക്കിയാൽ പ്രതികരണങ്ങൾ ഉണ്ടാകും എന്നറിയിക്കട്ടെ. നാടിനെ ഭരിച്ച 2 മുഖ്യമന്ത്രിമാരെയും അവരുടെ മരണത്തെയും സഭ വേണ്ട വിധത്തിൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. പുതുപ്പള്ളി പള്ളി വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ നാമത്തിലുള്ള ആരാധനാലയമാണ്. അവിടെ ആയിരങ്ങൾ വന്നു പോകാറുണ്ട്. ആ ആരാധനാലയത്തിനോ സഭയ്ക്കോ പ്രത്യേക താല്പര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ വളച്ചൊടിക്കുവാൻ ഏതെങ്കിലും ആളുകൾ ശ്രമിക്കുന്നുവെങ്കിൽ അത് അവരുടെ മനസ്സിന്റെ വൈകല്യമായി കാണുന്നു. മലങ്കര സഭയും സഭാ പാരമ്പര്യത്തെയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അവഹേളിക്കാൻ ശ്രമിച്ച മാധ്യമത്തോടും മാധ്യമ പ്രവർത്തകനോടുമുള്ള ശക്തമായ പ്രതിഷേധം അറിയിക്കട്ടെ എന്ന് പറഞ്ഞാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ് ഈ ഒരു ചിത്രം സഹിതം ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ തീർച്ചയായിട്ടും സഭയ്ക്ക് ഈ ഒരു കാര്യം ചർച്ച ചെയ്യാം. കാരണം അതിനകത്ത് ഇദ്ദേഹം പറഞ്ഞത് പരസ്പരമുള്ള താരതമ്യം മാത്രമല്ല, ഒരുതരം അവഹേളിക്കലും പരിഹസിക്കലും കൂടിയാണ് എന്നത് നമുക്ക് വ്യക്തം. അദ്ദേഹത്തെ ചാനൽ ഫ്ലോറിലിട്ട് ആരും ഇടിച്ചു എന്നൊക്കെ കേൾക്കുന്നു. അത് സ്ഥിരീകരിച്ച വാർത്തയല്ല, നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഇദ്ദേഹം
ഒരു പുലിവാല് പിടിച്ചിരിക്കുകയാണ് എന്നത് വ്യക്തം. മലങ്കര സഭയെയും അതുപോലെ സുറിയാനി ക്രിസ്ത്യാനി സഭയെയും ഒക്കെ തന്നെ അവഹേളിക്കുന്ന രീതിയിലും സഭാപത്രങ്ങൾ അച്ചുനിരത്തി എന്ന് പറയുന്നതും ഉമ്മൻചാണ്ടിയെ മഹാനാക്കി എന്നൊക്കെ പറയുന്നതും ഉമ്മൻചാണ്ടി സ്വയമേവ മഹാനായതാണ്. രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം, കോട്ടയംകാർക്ക് പ്രത്യേകിച്ച് നന്നായിട്ടറിയാം. അപ്പം അത്തരത്തിൽ പരസ്പര താരതമ്യങ്ങൾ അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിയും രണ്ട് ധ്രുവങ്ങളിലെ രണ്ട് മഹത്വങ്ങളാണ്, അല്ലെങ്കിൽ രണ്ട് വ്യക്തിത്വങ്ങളാണ്. രണ്ടുപേരും മുൻ മുഖ്യമന്ത്രിമാരായിരുന്നു, രണ്ടുപേരും രണ്ട് രാഷ്ട്രീയ ചേരിയിൽ നിന്നവരാണ്, രണ്ട് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഒരാൾ ഈശ്വര വിശ്വാസിയും ഒരാൾ യുക്തിവാദിയുമാണ്. ഒക്കെ ശരിയാണ്, രണ്ടുപേരും കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരായിരുന്നു, തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിമാരായിരുന്നു. അപ്പം അത്തരത്തിലുള്ള താരതമ്യം നടത്തുകയും ഒരു സഭയെ തന്നെ, ഒരു ക്രിസ്ത്യാനി സഭയെ തന്നെ അവഹേളിക്കുന്ന തരത്തിൽ, ആ സഭാവിശ്വാസിയായ മുൻ മുഖ്യമന്ത്രിയെ പരിഹസിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അങ്ങയുടെ അഭിപ്രായം പറയാം. പക്ഷെ ഇത്തരത്തിൽ അത് ഒരുതരം വല്ലാത്ത വിമർശനം, അതായത് നമുക്ക് പൊതുസമൂഹത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വിമർശനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ശരിയാണോ എന്ന് ഡോക്ടർ അരുൺകുമാർ ഒന്ന് പരിശോധിച്ചാൽ നന്നായിരിക്കും. റിപ്പോർട്ടർ ടിവിയും അവരുടെ എഡിറ്റോറിയൽ ബോർഡും ഈ ഒരു കാര്യം ഒന്നുകൂടി പരിശോധിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.